സി എക്സാംസിൽ എം സി ക്യൂവിൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതൊരു ലക്ക് എലമെൻ്റായിട്ട് മാത്രം കാണാൻ പാടില്ല. ഇറ്റ് ഇസ് അബൌട്ട് കോൺസെപ്ച്വൽ ക്ലാരിറ്റി, ടൈം മാനേജ്മെൻറ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒബ്സർവേഷൻ. ഞാൻ ഒരുപാട് കേസ് കണ്ടിട്ടുണ്ട് വേർ ബൈ സ്റ്റുഡൻസിന് കോൺസെപ്റ്റൊക്കെ അറിയാം, പക്ഷേ എം സി ക്യൂവിൽ സില്ലി മിസ്റ്റേക്സ് വരുത്തിയിട്ട് മാർക്ക് മിസ്സാവുന്ന സിറ്റുവേഷൻസ്. സോ ത്രൂ ദിസ് വീഡിയോ വി ഗോയിങ് ടു ഡിസ്കസ് ഏതൊക്കെ ഫാക്ടേഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ you can improve your marks in MCQ significantly. ഒരു വെരി കോമൺ മിസ്റ്റേക്ക് എം സി ക്യൂവിൽ കാണാറുള്ളത്, സ്റ്റുഡൻസ് ക്വസ്റ്റ്യനൊക്കെ ഫുള്ള് വായിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് വേർഡ് ചിലപ്പോൾ മിസ്സാവും. ദാറ്റ് വുഡ് ബി ഇൻകറക്റ്റ് എന്നുള്ള വേർഡ്, അല്ലെങ്കിൽ നോട്ട് എന്നുള്ള വേർഡ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് എന്നൊക്കെ പറയാം. ആൻഡ് നമ്മളെ ബ്രെയിൻ ആണെങ്കിൽ നമ്മൾ പ്രൊവിഷൻസ് പഠിച്ചിട്ടുണ്ടാവും, ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ എം സി ക്യു സൊല്യൂഷൻസ് വായിക്കുമ്പോൾ വിൽ ബി ലൈക്ക് ഈ പോയിൻറ്റ് കറക്റ്റാണ്, ഈ പോയിൻറ്റ് കറക്റ്റാണ്, ഈ പോയിൻറ്റ് കറക്റ്റാണ്. ബട്ട് അവർ ചോദിച്ചാൽ ഏതാ കറക്റ്റ് എന്നുള്ളതല്ല, ഇൻകറക്റ്റ് ഏതെന്നുള്ള ചോദിക്കണത്. ഇറ്റ് ടേക്സ് ടൈം. ചില സമയത്ത് നമുക്കത് ബ്രെയിനിനെ നെഗറ്റീവ് ആക്കിയിട്ട് ഈ സാധനം മാറ്റാൻ. ബി വെരി കെയർഫുൾ അബൌട്ട് ദീസ് വേർഡ്സ് ഇൻ ദി എക്സാം. എം സി ക്യു സോൾവ് ചെയ്യുമ്പോൾ ഐ വുഡ് സജസ്റ്റ് 3 പാർട്സായിട്ട്, 3 റൗണ്ട്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഫസ്റ്റ് വൺ ദ ഈസി വൺസ്, അതായത് നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ള ആൻസേഴ്സ് കറക്റ്റായിട്ട് അറിയുന്നത് ഫസ്റ്റ് സോൾവ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ തന്ന ഓർഡറിൽ തന്നെ ഞാൻ സോൾവ് ചെയ്യാന്നുള്ള വാശിയിലൊന്നും ചെയ്യാൻ നിൽക്കില്ലേ. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങളൊരു കോംപ്ലിക്കേറ്റഡ് എം സി ക്യൂവിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു ആസ് കമ്പയർഡ് ടു അപ്പുറത്തൊരു സിമ്പിൾ വൺ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു സിമ്പിൾ എം സി ക്യൂ സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന 1 മാർക്കും കോംപ്ലിക്കേറ്റഡ് എം സി ക്യൂ സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന 1 മാർക്കും രണ്ടിൻ്റെയും വാല്യൂ സെയിം ആണ്. സോ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അത് സോൾവ് ചെയ്ത് പോവുക. സെക്കൻഡ് റൗണ്ടിൽ മേ ബി നിങ്ങളെ ലോജിക്കൽ തിങ്കിങ്, റീസണിങ് ആവശ്യമുള്ള, സോൾവ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളിൽ സെക്കൻഡ് റൗണ്ടിൽ ചെയ്യുക. തേർഡ് റൗണ്ടിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് ഒന്നും അറിയില്ല, അഗെയിൻ ദിസ് പോയിന്റ് ഇസ് സ്പെസിഫിക്കലി ഫോർ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത എം സി ക്യൂവിൻ്റെ കേസിലാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഫൗണ്ടേഷൻ്റെ കേസിലല്ല പറഞ്ഞത്, ഇൻ്റർമീഡിയറ്റിലൊക്കെ കേസാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് റിവേഴ്സ് വർക്കിംഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് ചെയ്തിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4 ഓപ്ഷൻസിൽ എന്തായാലും 2 എന്തായാലും കറക്റ്റ് ആൻസർ അല്ല നിങ്ങൾക്കറിയാം. അത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റൈറ്റ് ആൻസർ കിട്ടാനുള്ള പ്രോബബിലിറ്റി 25% നിന്ന് മാറിയിട്ട് 50% ആയി. So try that. And about foundation exams, obviously ഒരു കാര്യം towards the end പറയാനുണ്ട്. Don't overthink. കുറേ കേസിൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്റ്റുഡൻസിന് അറിയാം, പക്ഷേ ചില സിറ്റുവേഷൻസിൽ ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുമോ, ഇതിലെന്തോ ഞാൻ കാണാത്തൊരു ട്രാപ്പ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അത്രയും ഈസി ക്വസ്റ്റ്യൻ തരുന്നത് തന്നെ നിങ്ങൾക്കിതൊരു ട്രാപ്പായിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു ട്രാപ്പിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നിങ്ങളെ ഡൗട്ട് അടിക്കുകയാണ്, ഇതിലെന്തോ ഞാൻ കാണാത്തൊരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇല്ലാത്ത മീനിങ് അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളെ ആൻസർ മാറ്റി പിക്ക് ചെയ്യുക. ഡോണ്ട് ഡു ദാറ്റ്. ഇഫ് യു നോ ദി പ്രൊവിഷൻ ആൻഡ് യു നോ ദാറ്റ് ഈ ഓപ്ഷൻസിൻ്റെ കൂട്ടത്തിൽ വൺ ഓഫ് ദി പെർട്ടിക്കുലർ ഓപ്ഷൻ കറക്റ്റായിട്ട് ഇതിന് മാച്ച് ആവുന്നുണ്ട്, ഗോ വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ ഓപ്ഷൻ. പലപ്പോഴും വി കം അക്രോസ് സിറ്റുവേഷൻസ് വേർ ഒരേ ക്വസ്റ്റ്യന് മൾട്ടിപ്പിൾ ഓപ്ഷൻസും കറക്റ്റ് ആൻസർ ആയിട്ട് തോന്നുന്ന സിറ്റുവേഷൻസ്. ഇൻ സച്ച് കേസസ് ഒബ്സർവ് വെരി കെയർഫുള്ളി. ചില വേർഡ്സ് ഇപ്പോൾ അവർ മാൻഡേറ്ററി വേർഡ്സ് ആസ് കമ്പയർഡ് ടു ഓപ്ഷണൽ, ഇപ്പോൾ മെയ് അല്ലെങ്കിൽ ഷാൾ അങ്ങനത്തെ വേർഡ്സിലൊക്കെ ചിലപ്പോൾ നമ്മളെ ആൻസർ മാറാം. മേ ബി ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദർ വാസ് എ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വേർ ബൈ ഇപ്പോൾ ഒരു പബ്ലിക് ഇഷ്യൂ നടത്തി ഫണ്ട് റേസ് ചെയ്ത ഒരു കമ്പനി അവർ ഒബ്ജക്റ്റ് ആൾട്ടർ ചെയ്യുമ്പോൾ ഉള്ള പ്രൊസീജിയർ എന്തൊക്കെ. അപ്പോൾ ഒബ്വിയസ്ലി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം, ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുക്കണം. അപ്പോൾ ഈ 2 കണ്ടീഷൻ ഒരു ഓപ്ഷൻ ഓൾറെഡി ആൻസറിലുണ്ട്, വിച്ച് ഇസ് എ കറക്റ്റ് ആൻസർ. ബട്ട് ദർ ഇസ് അനദർ പെർട്ടിക്കുലർ ആൻസർ വേർ ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം, ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുക്കണം, ഡിസെൻഡിങ് ഷെലോഡേഴ്സിന് ഓപ്ഷൻ ടു എക്സിറ്റ് കൊടുക്കണം എന്ന് മെൻഷൻ ചെയ്യുമ്പോൾ അത് ഒന്നുകൂടി വീണ്ടും സ്പെസിഫിക് ആയി. സോ ദീസ് ആർ ഓൾ ഏരിയാസ് വേർ 2 ആൻസറും കറക്റ്റാണ്, പക്ഷേ ദ അതർ വൺ വാസ് എ ബിറ്റ് മോർ സ്പെസിഫിക്. In such, be very careful about that. In such cases, pick the one which is most specific. യെസ്, ഫൗണ്ടേഷൻ്റെ ഒക്കെ കേസിൽ ചില സിറ്റുവേഷനിൽ 2 ഓപ്ഷൻസ് കറക്റ്റ് ആണെന്ന രീതിയിൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് എ സിറ്റുവേഷൻ വേർ നിങ്ങൾ പാനിക് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതും കറക്റ്റാണ് അതും കറക്റ്റാണ്, യു ക്യാൻ പിക്ക് എയ്തർ ഓഫ് ദം. ഐ ഹാവ് സീൻ സച്ച് കേസസ്. അത് ആൻസർ അവർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എയ്തർ എ അല്ലെങ്കിൽ ഡി എടുത്തു കഴിഞ്ഞാലും കറക്റ്റ് ആൻസറാണ് എന്നുള്ളത്. ന്യൂമറിക്കൽ എം സി ക്യൂസ് സോൾവ് ചെയ്യുമ്പോൾ ബി വെരി കെയർഫുൾ അബൌട്ട് ജസ്റ്റ് മൈൻഡിൽ മാത്രം കാൽക്കുലേഷൻ ചെയ്യാതെ പോസിബിൾ ആണെങ്കിൽ, റിക്വയർഡ് ആണെങ്കിൽ എഴുതിയിട്ട് തന്നെ റഫ് വർക്കിംഗ് കാര്യങ്ങൾ ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാൻ നോക്കുക. ഒരു മൈന്യൂട്ട് കാൽക്കുലേഷനിലുള്ള മിസ്റ്റേക്ക് ചിലപ്പോൾ നിങ്ങളെ ആൻസർ തന്നെ കംപ്ലീറ്റ്ലി മാറ്റാം.
ഒരു MCQവിൽ റിക്വയർഡ് ടൈമിനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ സ്റ്റക്കായി അവിടെ അങ്ങനെ പിടിച്ച് നിൽക്കരുത്, അതവിടെ വെക്കുക, അടുത്തിലേക്ക് പോവുക. പലപ്പോഴും ഒരു MCQ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള നോളേജ് ചിലപ്പോൾ വേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ആൻഡ് വെൻ ദാറ്റ് സ്ട്രൈക്സ് കം ബാക്ക്, അത് ഫില്ല് ചെയ്യാം. എഴുതിയ ആൻസർ വെറുതെ ഒരു വാലിഡ് റീസൺ ഇല്ലാതെ മാറ്റാൻ നിൽക്കരുത്. ദിസ് ഇസ് ആപ്ലിക്കബിൾ ഫോർ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ആസ് വെൽ. പലപ്പോഴും റിസർച്ച് വരെ പ്രൂവ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് എഴുതിയ ആൻസർ ആയിരിക്കും കറക്റ്റായിട്ടുണ്ടാവുക. പിന്നെ വി ഗെറ്റ് എ കൺഫ്യൂഷൻ ലൈക്ക് ഓക്കെ, പിന്നെ അതേ ക്വസ്റ്റ്യൻ വീണ്ടും വായിച്ചിട്ട് വി ഫീൽ ദർ ഇസ് സംതിങ് ഡിഫറെൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ സ്വയം ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതിയ ആൻസർ തെറ്റാണെന്നുള്ള കൺക്ലൂഷനിൽ എത്തിയിട്ട് മാറ്റുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. മേക്ക് ഷുവർ പാനിക് മോഡിൽ നിങ്ങൾ ആൻസർ മാറ്റൽ അവോയ്ഡ് ചെയ്യുക. വാലിഡ് റീസൺസ് ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു കൊടുത്ത് മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് റിയലൈസ് ചെയ്യണം, ഓർ ഒരു പെർട്ടിക്കുലർ പ്രൊവിഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. ഇൻ സച്ച് കേസസ് ഫൈൻ, ചേഞ്ച് ദി ആൻസർ. അതിന് ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഒക്കെ കേസിൽ നേരെ മിസ്റ്റേക്ക് കണ്ടാൽ നേരെ വെട്ടാൻ നിൽക്കരുത്. നിങ്ങൾ ആദ്യം അതിൻ്റെ കറക്റ്റ് ആൻസർ എഴുതി കഴിഞ്ഞിട്ട് ആ നേരത്തെ എഴുതിയ പ്രീവിയസ് ആ റോങ് ആൻസർ വെട്ടുക. മറ്റെന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ അത് സ്ട്രൈക്ക് ചെയ്യും, പിന്നീട് ഇത് എഴുതാൻ ചിലപ്പോൾ വിട്ടുപോകും, അല്ലെങ്കിൽ എഴുതാൻ നമുക്ക് ടൈമും കിട്ടിയിട്ടുണ്ടാവില്ല. വാട്ട് ഹാപ്പൻസ് ഇസ് അറ്റ്ലീസ്റ്റ് നമ്മൾ എഴുതിയ സ്റ്റെപ്സിനുള്ള മാർക്ക് കിട്ടേണ്ട സാധനം നമ്മളായിട്ട് കംപ്ലീറ്റ്ലി വെട്ടിയിട്ട് ഇവാലുവേറ്റും ചെയ്യില്ല, നമുക്ക് 0 കിട്ടേണ്ട സിറ്റുവേഷൻ വരികയാണ്. ഐ വാസ് സപ്പോസ് ടു ടോക്ക് അബൌട്ട് MCQ. അതിൻ്റെ ഇടയിൽ ഈ പോയിന്റ് ഇറ്റ് വാസ് റെലവൻറ്റ് ഫോർ ഡിസ്ക്രിപ്റ്റീവ് ആസ് വെൽ, അതുകൊണ്ട് അത് പറഞ്ഞതാണ്. വൺ പെർട്ടിക്കുലർ പോയിന്റ് ഫോർ ഫൗണ്ടേഷൻ എക്സാംസ്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് നമുക്ക്. സോ വൺസ് യു ആർ ഷുവർ, എസ്പെഷ്യലി നമുക്കിപ്പോൾ ആദ്യം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സാണുള്ളത്, പിന്നെയാണ് നമ്മൾ MCQ പേപ്പേഴ്സ് വരുന്നത്. സോ ഏകദേശം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എല്ലാം എഴുതി കഴിഞ്ഞു. നൗ യു നോ ഏകദേശം പൾസ് അറിയാം എങ്ങനെ ഉണ്ടായിരുന്നു അറ്റംപ്റ്റ് എന്നുള്ളത്. MCQവിൽ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ വൺസ് യു ഷുവർ ദാറ്റ് നിങ്ങൾ പാസ്സാവാനുള്ള മാർക്സ് കിട്ടി എന്ന് ഉറപ്പ് വരികയാണെങ്കിൽ പിന്നെ വെറുതെ ഗാമ്പിൾ ചെയ്ത് ലക്ക് ട്രൈ ചെയ്യാൻ നിൽക്കരുത്. നെഗറ്റീവ് മാർക്കിംഗ് ഇസ് എ വെരി ഡേഞ്ചറസ് തിങ്. ഞാൻ പലപ്പോഴും പാസ് മാർക്കിന് ജസ്റ്റ് മിസ്സായ കേസസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ എത്ര മാർക്കിന് MCQ അറ്റൻഡ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത്യാവശ്യം നല്ല ഹൈ മാർക്സാണ് പറഞ്ഞിട്ടുള്ളത്, വിച്ച് ക്ലിയർലി ഷോസ് ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട്, അങ്ങനെയാണ് അവർ ഫെയിൽ ആയത്. സോ ഇൻ വിച്ച് പെർട്ടിക്കുലർ കേസസ് നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. ഇഫ് യു ഫീൽ നിങ്ങൾ ആകെ മൂഞ്ചി നിൽക്കുകയാണ്, നിങ്ങൾ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ലോ ആകെ കൊളായി കിടക്കുന്നു, മേ ബി നിങ്ങൾക്ക് സബ്ജക്റ്റ് പാസ്സാവാനുള്ള മാർക്ക് കിട്ടിയ കാരണം ബട്ട് അഗ്രിഗേറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് കാണുന്നില്ല. ഇൻ സച്ച് കേസസ് അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ 3 സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടോ നിങ്ങൾക്ക് എക്സാക്ട്ലി ആദ്യം അറിയണ എല്ലാം കറക്റ്റ് എഴുതി, പിന്നെ സെക്കൻഡ് മെത്തേഡിൽ നമുക്ക് ടൈം റിക്വയർഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ റിക്വയർഡ് ആയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത്, ആൻഡ് ദെൻ തേർഡ് മെത്തേഡിൽ നമ്മൾ എലിമിനേഷൻ മെത്തേഡും നമ്മൾ റിവേഴ്സ് വർക്കിംഗ് ചെയ്തിട്ട് പലപ്പോഴും ഓപ്ഷൻസിൽ തന്ന വേരിയബിൾസ് ക്വസ്റ്റ്യനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഇതെല്ലാം ചെയ്തിട്ട് ആൻഡ് ഫൈനലി ഇഫ് യു ഫീൽ ഒരു 50-50 പ്രോബബിലിറ്റി 2 ഓപ്ഷൻസിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ വരികയാണെങ്കിൽ മാത്രം ഗോ ഫോർ ഇറ്റ്. അതർവൈസ് ജനറൽ അഡ്വൈസ് വുഡ് ബി ഒരിക്കലും നെഗറ്റീവ് മാർക്കിങ്ങുള്ള MCQവിൽ ലക്ക് ട്രൈ ചെയ്യാൻ നിൽക്കരുത്. വൺസ് യു സീ ദാറ്റ് നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് പാസ്സാവാനുള്ള മാർക്ക് കിട്ടി, ബി ഹാപ്പി വിത്ത് ദാറ്റ്, സ്റ്റോപ്പ് ഓവർ ദെയർ. സോ ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ, ലൈക്ക് ചെയ്യുക, ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ മോർ പ്രാക്ടിക്കൽ എക്സാം സ്ട്രാറ്റജീസ്. Myself CA Shanal Usman. I'll see you in the next video. Until then, study smart, stay consistent. Success will follow.